ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ലോഡഡ് ഫ്രൈസ് ആണ്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിലും എന്നാൽ ടേസ്റ്റ് ഒട്ടും തന്നെ കുറയാണ്ടാണ് നമ്മൾ ഈ ഒരു ലോഡഡ് ഫ്രൈസ് തയ്യാറാക്കിയിട്ടുള്ളത്. ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഫ്രഞ്ച് ഫ്രൈസ് ആണല്ലോ. അപ്പോൾ ആ ഒരു ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് വീട്ടിലെങ്ങനെ എളുപ്പത്തിൽ ചെയ്തെടുക്കാമെന്നും കൂടെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് വാച്ച് ചെയ്തേക്കാം. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ സാധാ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഷേപ്പിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാൻ. ഇതുപോലെ വേണം കട്ട് ചെയ്തെടുക്കാൻ. പിന്നെ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ നമുക്ക് ഒരുപാട് ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കി കിട്ടും കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങൊക്കെ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഐസ് ക്യൂബ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഈ ഒരു വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്കിതിലോട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. പിന്നെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരുപാട് ടൈം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/2 കിലോ ചിക്കനാണ് കേട്ടോ. ബോൺലെസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ ടിക്ക മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു മസാലയ്ക്ക് പകരം നമ്മൾ സാധാ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്യൂലേ, കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രോസ്റ്റ് ഒക്കെ ചെയ്യുന്ന പോലെ ആ ഒരു രീതിയിലും ചെയ്യാം കേട്ടോ, കോൺഫ്ലവറൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് മസാല വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഈ ഒരു മസാലയാകുമ്പം എക്സ്ട്രാ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഓയിൽ ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടൊന്നുമില്ല. ഇതിങ്ങനെ മസാല തേച്ച പാടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാണ് കേട്ടോ. പിന്നെ ഒരുപാട് ഓയിലിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ കുറഞ്ഞ ഓയിലിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ നിങ്ങൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം കേട്ടോ ചെയ്യാൻ. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്കിത് കുക്കായി കിട്ടും. ഇനി ബോൺലെസ് ചിക്കന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല പീസൊക്കെ കിട്ടൂലേ, അതിൽ നിന്നൊരു 3-4 പീസ് മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തമായിട്ടും ഫ്രൈ ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ചിക്കന് ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും താമസിക്കേണ്ട, നമുക്ക് വേഗം ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ എണ്ണ ചൂടാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പൊട്ടാറ്റോ ഇതിലോട്ട് വെള്ളമൊക്കെ പോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് വെള്ളം ഊറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ നമുക്ക് കൈകൊണ്ട് തന്നെ വെള്ളമൊക്കെ പോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ടേസ്റ്റ് കൂട്ടാനായിട്ട് കുറച്ച് ഉപ്പൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉപ്പും മുളക് പൊടിയും എടുക്കുമ്പം കൂടുതലാവാൻ പറ്റില്ല, കുറച്ച് മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ഇതുപോലൊന്ന് വിതറി കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വീട്ടിൽ ഷവർമ ഒക്കെ ഉണ്ടാക്കുന്ന ടൈമിലൊക്കെ നമുക്കിത് എളുപ്പത്തിൽ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ടൈമിൽ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തണുത്ത് പോകില്ലേ. പക്ഷേ ഇതാകുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ, എപ്പോഴും ഒരുപോലെ ആയിരിക്കും. പിന്നെ അത് മാത്രമല്ല നല്ല ഹെൽത്തിയും കൂടാണ് കേട്ടോ. നമ്മുടെ കുട്ടികൾക്ക് ഒരു നേരമൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസിന് പകരമായിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ടുള്ള വൈറ്റ് സോസ് ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ഞാൻ കുറച്ച് ഫ്രഷ് ക്രീമും പാലും ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളിത് ചൂടാക്കുമ്പം ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു പീസ് ബട്ടറും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഒരു ചീസിൻ്റെ സ്ലൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് നല്ല രീതിയിലൊന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ നമുക്കിതൊരു ക്രീമി ടെക്സ്ചറിൽ കിട്ടും. ഈ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് കുറച്ച് ഒറിഗാനോവും അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വൈറ്റ് സോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ ഉപയോഗിച്ചിട്ടും ചെയ്യാം കേട്ടോ. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പം 2 ടീസ്പൂൺ മൈദ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് അതിലോട്ട് പാലൊഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ചീസിൻ്റെ സ്ലൈസും കൂടെ ഇട്ട് ഒന്ന് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ക്രീമി ടെക്സ്ചറിലായി കിട്ടും കേട്ടോ. അതാണ് കുറച്ചുകൂടെ എളുപ്പം. എൻ്റെ കയ്യിൽ മൈദ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഫ്രഷ് ക്രീം എടുത്തിട്ടുള്ളത്. ഇനി ഏത് പാത്രത്തിലാണ് സെറ്റ് ചെയ്യുന്നത് അതിലോട്ട് ഇതുപോലെ ഫ്രഞ്ച് ഫ്രൈസ് നിരത്തി വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തെടുക്കാം. ഞാൻ പിന്നെ വീഡിയോയിൽ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഗ്ലാസിൻ്റെ പാത്രം തന്നെ കാണിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ചിക്കൻ ഫ്രൈയും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കുറച്ച് മൊസറില്ല ചീസും ചേർത്ത് കൊടുക്കുക.
എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും ഫ്രഞ്ച് ഫ്രൈസ് ചേർത്ത് കൊടുക്കുക, ചിക്കൻ ഫ്രൈ ചേർത്ത് കൊടുക്കുന്നുണ്ട്, വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മൊസറല്ല ചീസും അതുപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ വൈറ്റ് സോസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുത്തിട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഒരുപാട് ക്രീമൊന്നും ഉണ്ടാക്കണ്ട. നിങ്ങൾ എടുക്കുന്ന പാത്രം ഏകദേശം ഈ ഒരു ലെവലിലൊക്കെ ആണെങ്കിൽ മൈദ വെച്ച് ചെയ്യുകയാണെങ്കിൽ 2 ടീസ്പൂൺ മൈദ തന്നെ മതിയാവും കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവനിൽ വെച്ച് വേണമെങ്കിലും ചൂടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ ചൂടാക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ പിന്നെ ആ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഓവൻ സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ ലോഡഡ് ഫ്രൈസ് ഇതിലോട്ട് ചൂടാവാൻ വേണ്ടി വെക്കുന്നതിൻ്റെ മുന്നേ 5 മിനിറ്റ് ഈ പാത്രം നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയെടുത്താൽ മതി. എന്നിട്ട് ആ ഒരു ലോഡഡ് ഫ്രൈസും കൂടെ വെച്ച് 5 മിനിറ്റ് ചൂടാക്കിയെടുക്കുമ്പോഴേക്കും അതിലുള്ള ചീസൊക്കെ നല്ല രീതിയിൽ മെൽറ്റായി വരും കേട്ടോ. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ചീസൊക്കെ നല്ല രീതിയിൽ തന്നെ മെൽറ്റായിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വളരെ കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ലോഡഡ് ഫ്രൈസ് ആണിത്. ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളിതിപ്പോൾ പുറത്ത് പോയി കഴിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കേണ്ടി വരും. അതുമാത്രമല്ല കുറച്ച് ക്വാണ്ടിറ്റിയേ നമുക്ക് കിട്ടത്തുള്ളൂ. എന്നാലും നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ടേസ്റ്റ് ഒട്ടും കുറയാത്ത രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഒറ്റ പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.